സ്നേഹമുള്ളവരെ, ഇന്നലെ നാം കുരിശെന്ന ദൈവീക യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. നാം അത് ആഴത്തിൽ ധ്യാന വിഷയമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് തീർച്ചയായും സഹനത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 19 വരെയുള്ള വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സഹനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുക. നമ്മുടെ സഹനത്തിലും മറ്റുള്ളവരുടെ സഹനത്തിലും പീഡിപ്പിക്കപ്പെട്ട ഈശോയെ കാണാനുള്ള കാലമാണ് നോമ്പ് കാലം. അതുമായി ബന്ധിപ്പിച്ചാണ് നമ്മൾ സഹനം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എത്ര പറഞ്ഞാലും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് സഹനം എന്നത്. ഈശോ എന്തിനു സഹിച്ചു? ഞാൻ എന്തിനു സഹിക്കണം? നീതിമാനായ മനുഷ്യൻ എന്തിനു സഹിക്കണം? സഹനം ശിക്ഷയാണോ? സഹനം നിർബന്ധമായ ഒന്നാണോ? ഇങ്ങനെ പോകുന്നു സഹനത്തെക്കുറിച്ചുള്ള ചിന്തകൾ. എല്ലാത്തിനും ഉത്തരമായി നൽകുന്നതും പറയുന്നതും പഴയ നിയമത്തിലെ ജോബിനെക്കുറിച്ചാണ്. മിശിഹ സഹിച്ച് മരിക്കേണ്ടിയിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1-ാം വാക്യം വരെ നാം വായിക്കുന്നത് അതാണ്. മനുഷ്യവംശത്തിൻ്റെ പാപത്തിന് പരിഹാരമായി അവയെല്ലാം ഏറ്റെടുത്ത് സഹനത്തിലൂടെ പരിഹാരം ചെയ്ത് നിത്യരക്ഷ ഉറപ്പാക്കുകയും നൽകുകയും ചെയ്യുക എന്നതായിരുന്നു കർത്താവിൻ്റെ സഹനത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും. അതിൻ്റെ ഫലമാണ് നിത്യരക്ഷ. അതാണ് നാം അനുഭവിക്കുന്നത്. പീഡാനുഭവത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോഴെല്ലാം, അല്ലെങ്കിൽ പറഞ്ഞപ്പോഴെല്ലാം, അവസാനം അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ 3-ാം നാൾ ഉത്ഥാനം ചെയ്യും എന്ന്. സഹനത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് മഹത്വീകരണമാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു. ഈശോ മിശിഹായുടെ സഹനം അത് ദൈവപിതാവിൻ്റെ നിശ്ചയമായിരുന്നു. കാൽവരി അവന് വേണ്ടിയിട്ടൊരുക്കിയ ഭവനമായിരുന്നു. കാൽവരിയിലെ കുരിശ് പിതാവായ ദൈവം പുത്രന് വേണ്ടി ഒരുക്കിയ ബലിപീഠമായിരുന്നു. പാപമൊഴികെ മറ്റെല്ലാത്തിലും മനുഷ്യരോട് അനുരൂപനായി പരിഹാരം ചെയ്ത് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ലോകത്തിന് മുഴുവനും വേണ്ടി അവൻ രക്ഷകനായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈശോയുടെ സഹനത്തെക്കുറിച്ച് ഐസയാസ് പ്രവാചകൻ പ്രവചിക്കുന്നുണ്ടല്ലോ. സഹനദാസൻ്റെ ചിത്രത്തിൽ 53-54 അധ്യായങ്ങളിൽ ജോബിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ നൽകിക്കൊണ്ട് കർത്താവിൻ്റെ സഹനത്തിൻ്റെയും നീതിമാൻ്റെ സഹനത്തിൻ്റെയും ഉത്തരം സഭ നമുക്ക് നൽകുന്നു. എൻ്റെ സഹനത്തെ ഞാനെങ്ങനെ കാണുന്നു? ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ എല്ലാം ദൈവശിക്ഷയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ശിക്ഷയാണ്. അതിൻ്റെ അർത്ഥം ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നമുക്ക് നൽകുക. അങ്ങനെയെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നിരവധി ഉദാഹരണങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ പഴയ നിയമം നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ദൈവം പഴയ നിയമത്തിൽ ഓരോ സന്ദർഭത്തിലും യോജിച്ച വികാരങ്ങളും ഭാവങ്ങളും ഭാഷയും ഉപയോഗിച്ച് തൻ്റെ രക്ഷാകര പ്രവർത്തനം നടത്തി. ചിലപ്പോൾ ക്രൂരനായി പ്രത്യക്ഷപ്പെട്ടു. ചിലരുടെ നേരെ അവൻ വാളൂങ്ങി, ചിലരെ ശകാരിച്ചു. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കുള്ള മാർഗം ഇതുതന്നെയാണെന്ന് ഈശോ പഠിപ്പിച്ചു. ചിലപ്പോൾ ആഴത്തിൽ വേദന അവർക്ക് നൽകുകയും ചെയ്തു. തന്നിൽ നിന്ന് അകന്നു പോയവരെ ഈ മാർഗത്തിലൂടെ അവൻ തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് ശാപങ്ങളും ശാപവാക്കുകളും. ശപിക്കുന്ന ഒരുവനായിട്ട് ദൈവത്തെ ചിത്രീകരിക്കുക സാധ്യമല്ല.
കരുണയും സ്നേഹവുമുള്ള ദൈവമായിട്ടാണ് പുതിയ നിയമത്തിൽ ഈശോയെ കാണുക, ദൈവത്തെ കാണുക. എന്നാൽ പ്രത്യക്ഷത്തിൽ ശാപമെന്ന് തോന്നാറുള്ള വാക്കുകളുണ്ട്. അവ യഥാർത്ഥത്തിൽ ശാപവാക്കുകളല്ലല്ലോ, ശക്തമായ താക്കീതുകളായിരുന്നു. നിങ്ങൾക്കും അനർത്ഥങ്ങളുണ്ടാകാം, അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. സഹനം ശിക്ഷയല്ല, അതൊരു ശിക്ഷണമാണ്. സഹനം മാനസാന്തരത്തേക്കുള്ള മാർഗമാണ്. സഹനം വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള മാർഗമാണ്. സഹനം ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാനുള്ള വേദിയാണ്. വലിയ സഹനം അനുഭവിക്കുന്ന വേദിയാണല്ലോ രോഗം. അതെ, രോഗം അതിനാൽ തന്നെ നന്മയല്ല. എന്നാൽ രോഗാവസ്ഥയിലായിരിക്കുക എന്നത് ദൈവം തരുന്ന അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പരിപാലനയും അനുഭവിക്കാനുള്ള വേദിയാണ് രോഗശയ്യ. എൻ്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണമാണ് അതിൻ്റെ ലക്ഷ്യം. രോഗവും വേദനയും സഹനവും ദൈവം പരിപാലിക്കുന്നു എന്ന ബോധ്യത്തിൽ ആഴപ്പെടാനായിട്ട് അവിടുന്ന് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വേദികളാണ്. ഇവയെല്ലാം ശിക്ഷണങ്ങളാണെന്നും ആ നിമിഷങ്ങളെല്ലാം അവിടുത്തെ താങ്ങും തണലുമാണെന്നും ബോധ്യപ്പെട്ടേ മതിയാവൂ. കാരണം ഈശോ സഹിച്ച് മരിച്ച് ആണ് എനിക്ക് രക്ഷ നൽകിയിരിക്കുന്നത്. ദൈവം നൽകുന്ന ശിക്ഷയും നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും നമ്മൾ നിത്യജീവൻ നേടേണ്ടതാണെന്ന ബോധ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ സഹനങ്ങളും വേദനകളുമെന്ന് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തയുള്ളതുകൊണ്ട് നാം അപകടത്തിലാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് കണ്ടിട്ട് ദൈവം ആനന്ദിക്കുന്നുമില്ല. അതിനുള്ള ആഗ്രഹവും ദൈവത്തിനില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1-6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹിക്കാവുന്നതിൽ കൂടുതൽ അവിടുന്ന് നൽകുകയില്ല. സഹനത്തിൽ അവിടുന്ന് നമ്മെ സഹായിക്കുന്നതിലൂടെ ദൈവത്തിൽ പരിപാലനയിൽ ആഴപ്പെടുവാനുള്ള മാർഗമാണ് സഹനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് കൊളോസ്യർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 24-ാം വാക്യം. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്നതിൻ്റെ ശരീരത്തെ പ്രതി മിശിഹ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഇപ്പോൾ സഹിക്കുന്നു എന്ന്. ഈശോയുടെ സഹനത്തിൽ കുറവുകളില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞത്? ഈശോയുടെ പീഡകളിലെ കുറവ് ഞാൻ സഹിക്കുന്നു എന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം: വ്യക്തിപരമായി ആത്മാനുഷ്ഠാനപരമായി ഞാൻ സഹിക്കണം. ഈശോ നേടിത്തന്ന രക്ഷ എനിക്കും മറ്റെല്ലാവർക്കും പൂർണ്ണമായി ലഭിക്കാൻ ഈശോ സഹിച്ച പീഡകളെ സ്വീകരിച്ച് അത് മിശിഹയുടെ സഹനത്തോട് ചേർത്തു വയ്ക്കുകയും ചെയ്യുക. അതാണ് ഇതിൻ്റെ അർത്ഥം. മിശിഹായാകുന്ന സഭയിൽ ഞാൻ സഹിക്കുമ്പോൾ അത് ഈശോയുടെ സഹനം തന്നെയായി മാറുന്നു. സഹനം തേടിപ്പോകേണ്ട കാര്യമില്ല. അനുദിന ജീവിതത്തിൽ സാക്ഷികളാകുമ്പോൾ, മിശിഹായ്ക്ക് സാക്ഷികളാകുമ്പോൾ, സുവിശേഷത്തിന് സാക്ഷികളാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സഹനങ്ങൾ. അവ മിശിഹായുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കുക, അങ്ങനെ അത് രക്ഷാകരമാക്കി തീർക്കുക. അതുവഴി അവൻ്റെ ശരീരമാകുന്ന സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഹിക്കുക എന്നർത്ഥം. സഹനത്തിലൂടെ ഞാൻ ഉൾപ്പെട്ട ഈ സഭയും വിശുദ്ധീകരിക്കപ്പെടുന്നു, രൂപാന്തരീകരിക്കപ്പെടുന്നു. മിശിഹായുടെ ഉയർപ്പിലേക്ക് രൂപാന്തരപ്പെടാനുള്ള മാർഗമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ. അത് ശിക്ഷയല്ല, ശിക്ഷണങ്ങളാണ്. അതുവഴി നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് സഹിച്ച്
നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നു.